എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് ഒരു സീരിയസ് ആയിട്ട് കാണുന്ന തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതായത് ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ട് വിജയിച്ച കുറച്ച് ട്രിക്കുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഒരുപാട് ആളുകൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇതെങ്ങനെയാണ് യൂട്യൂബിൽ സക്സസ് ആകുക എന്നുള്ള ഒരു കാര്യങ്ങളൊന്നും അറിയാതെ നിൽക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യും, ഇത് ഉപകാരത്തിൽ പെടും. അപ്പോൾ എന്ത് ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതായത് നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം വരുമാനം കിട്ടണമെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സും അതേപോലെ തന്നെ 4000 അവർ വാച്ച് അവറും വേണം. അപ്പോൾ ഇത് കുറേ ആളുകൾക്ക് ഈ വാച്ച് അവർ എന്താണ്, അതേപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് പിന്നെ ഏകദേശം ആളുകൾക്ക് അറിയാം. പക്ഷേ ഈ വാച്ച് അവർ എന്താണ്, എങ്ങനെയാണ് ഇത് കിട്ടുക, എങ്ങനെയാണ് ഇത് മോണിറ്റൈസേഷൻ ചെയ്യുക എന്നുള്ള കുറേ ആളുകൾക്ക് അറിയില്ല. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 1 ഇയറിൻ്റെ അകത്ത് നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സും അതേപോലെ തന്നെ 4000 വാച്ച് അവറും വേണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, വീഡിയോസ് ഇടുക. ആദ്യം ഫസ്റ്റ് ഇത് അറിയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള വീഡിയോസ് ആളുകളത് അങ്ങനത്തെ ഒന്നും അപ്ലോഡ് ചെയ്യാതിരിക്കുക. നമ്മുടെ സ്വന്തം വീഡിയോസ് എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ വീഡിയോ ഇട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ തുടക്കമൊന്നും ആയിട്ടില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് കൂടാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് 1000 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് 4000 വാച്ച് അവർ കിട്ടണം. അപ്പോൾ ഷോർട്സ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് കൂട്ടാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഷോർട്സ് ആണ്. കാരണം ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുള്ള കാലഘട്ടമാണ്. അപ്പോൾ ആരും ഈ ലോങ് വീഡിയോ അധികമൊന്നും ആരും ഇരുന്ന് കാണൂല. അപ്പോൾ ഷോർട്സ് ആകുമ്പോൾ എന്ത് ചെയ്യും, സ്ക്രോൾ ചെയ്ത് അങ്ങനെ പോകും. അപ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പോൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്സ് വീഡിയോസാണ് കൂടുതൽ അപ്ലോഡ് ചെയ്യുക. ഷോർട്സിൽ നമുക്ക് വരുമാനം കുറവാണെങ്കിലും പക്ഷേ മില്യൺ കണക്കിന് വ്യൂ കിട്ടുന്ന ചാനലുകൾക്ക് ഷോർട്സിൽ നല്ല വരുമാനം കിട്ടും. അപ്പോൾ ഞാനത് എക്സാമ്പിൾ സഹിതം നിങ്ങൾക്ക് ഞാൻ ഇതിൽ കാണിച്ചു തരുന്നുണ്ട്. എൻ്റെ ചാനൽ നിങ്ങളൊന്ന് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 6 മാസത്തോളം നമ്മൾക്ക് പിന്നെ വലിയ ഇമ്പ്രൂവ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. യൂട്യൂബ് തന്നെ നിർത്തിപ്പോയാലോ എന്നിങ്ങനെ വിചാരിച്ചതാണ്. ഏണിങ്സും ഇല്ല, ഒന്നുമില്ല. അതേപോലെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് കൂടുന്നില്ല, പിന്നെ ആളുകൾ വ്യൂവും കൂടുന്നില്ല, വാച്ച് അവറും കിട്ടുന്നില്ല. അപ്പോൾ നിർത്തിപ്പോയാലോ എന്ന് കരുതി. അപ്പോഴാണ് ഇങ്ങനത്തെ ഈ ഒരു ട്രിക്ക്, കാരണം ഒരുപാട് ആളുകളുടെ ചാനൽ കണ്ടതിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് ഇങ്ങനത്തെ ഒരു ട്രിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത്. അത് നമ്മൾ മാക്സിമം ഷോർട്സ് അപ്ലോഡ് ചെയ്യുക. ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ ആളുകൾ എന്ത് ചെയ്യും, ഒരുപാട് ആളുകളിലേക്ക് ഈ ഷോർട്സ് എത്തുകയും അതേപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് പെട്ടെന്ന് കൂടും. വാച്ച് അവർ കൂടാനും സാധ്യത കുറവാണ്. പക്ഷേ വേറെ കാര്യമുണ്ട്, നമ്മളെ ഷോർട്സ് മില്യൺ കണക്കിന് വ്യൂവിലേക്ക് പോയി കഴിഞ്ഞാൽ വാച്ച് അവറും കിട്ടും. ഇപ്പോൾ എൻ്റെ ചാനലിൽ ഏകദേശം 7000-ന് മേളിൽ സബ്സ്ക്രൈബേഴ്സായി. അപ്പോൾ ഞാൻ ഏകദേശം ഇപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് 2 വർഷത്തോളം ആകാനായി. ആദ്യത്തെ ഒരു 6 മാസമൊന്നും വലിയ ഇമ്പ്രൂവ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. 1000 സബ്സ്ക്രൈബേഴ്സ് ആകണമല്ലോ ഒരു 1 ഇയറിൽ. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ ഷോർട്സ് അപ്ലോഡ് ചെയ്തപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് കൂടാൻ തുടങ്ങി. പിന്നെ അതേപോലെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യണം. ആളുകൾ കണ്ടോ ഇല്ലേന്നല്ല, നമ്മൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും വിഷയത്തെക്കുറിച്ചുള്ള പിന്നെ വീഡിയോസ്, കുക്കിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ പുറത്ത് പോകുന്ന വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, അങ്ങനത്തെ വീഡിയോസ് നമ്മൾ എന്ത് ചെയ്യണം, ഡെയിലി അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോഴേ നമ്മുടെ ചാനലിന് എൻഗേജ്മെൻറ്റ് വരുള്ളൂ. കുറേ ആളുകൾ എന്ത് ചെയ്യും, 1-2 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് പിന്നെ വെയിറ്റ് ചെയ്യും, ഇതെന്താ ഡെയിലി ഇങ്ങനെ യൂട്യൂബ് സ്റ്റുഡിയോ നോക്കും. അതുകൊണ്ട് കാര്യമില്ല. കാരണം നമ്മൾ ഡെയിലി നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്താൽ മാത്രമേ ഉള്ളൂ യൂട്യൂബ് നമുക്ക് പിന്നെ നമ്മുടെ ചാനലിന് എൻഗേജ്മെൻറ്റ് തരുള്ളൂ, യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷൻ വരുള്ളൂ. നമ്മൾ ഡെയിലി ചാനൽ പിന്നെ അതേപോലെ തന്നെ നമ്മളൊരു വീഡിയോ, പല ആളുകൾക്ക് ഒരു ധാരണ ഉണ്ട്, നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വേഗം തന്നെ എന്ത് ചെയ്യും, പിന്നെ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാവും, കുടുംബത്തിൻ്റെ ഫാമിലീൻ്റെ ഗ്രൂപ്പ് ഉണ്ടാവും, ഫ്രണ്ട്സ് സർക്കിളിലുള്ള ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പോൾ അതിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവർ കരുതും നമുക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വേഗം അതിൻ്റെ ലിങ്ക് എടുത്തിട്ട് എന്ത് ചെയ്യും, ഈ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. ഈ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ആളുകൾ കാണുമല്ലോ, എന്നിട്ട് താഴെ എന്ത് ചെയ്യും, ഒരു മെസ്സേജ് അയക്കും, ഇത് എൻ്റെ പുതിയ വീഡിയോ ആണ് എല്ലാവരും കാണണമെന്ന്. പക്ഷേ അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇത് കിട്ടൂല. കാരണം യൂട്യൂബ് തന്നെ നമ്മുടെ വീഡിയോ എന്ത് ചെയ്യണം, ഇപ്പോൾ നമ്മൾ തന്നെ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് വീഡിയോസ് ഓൾറെഡി നമ്മളുടെ ഇതിൽ വന്ന് കിടക്കുന്നുണ്ടാവും. അതിപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടൊന്നുമല്ലല്ലോ, അതാ പറഞ്ഞത്, യൂട്യൂബ് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കും. അങ്ങനെയാണ് ഈ എൻഗേജ്മെൻറ്റ് കിട്ടുക, യൂട്യൂബ് റെക്കമെൻഡേഷൻ കിട്ടുക. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, എല്ലാ ആളുകളും അത് ശ്രദ്ധിക്കുക. പിന്നെ എൻ്റെ ചാനലിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 7K സബ്സ്ക്രൈബേഴ്സായി. ഇപ്പോൾ ഒരു വർഷം ആയപ്പോൾ ഏകദേശം 1000 ഒക്കെ ആയിട്ടുള്ളായിരുന്നു. പക്ഷേ പിന്നീട് ഡെയിലി നമ്മൾ വീഡിയോസ് ഇടാൻ തുടങ്ങി. മറ്റുള്ളവരുടെ ചാനലുകൾ കണ്ടപ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലായത്. ഷോർട്സ് അപ്ലോഡ് ചെയ്തപ്പോഴാണ് നമുക്കത് കാര്യങ്ങൾ മനസ്സിലായത്. ഇപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ കഴിഞ്ഞ മാസം ഇട്ട ഒരു ഷോർട്സിൻ്റെ പിന്നെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ എൻ്റെ ചാനലിൽ കയറി നോക്കിയാൽ മനസ്സിലാവും. അത് പിന്നെ 10 ലക്ഷം, അതായത് 1 മില്യൺ ആകാനായി ഈ 1-2 ദിവസത്തിനുള്ളിൽ പിന്നെ 1 മില്യൺ അടിക്കും. 9,96,000-97,000 നിൽക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഈ ഒരു ഷോർട്സിൽ എനിക്ക് കിട്ടിയ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 1100+ ആണ്.
1100 സബ്സ്ക്രൈബേഴ്സ് ഒറ്റ ഒരു ഷോർട്സിൽ എനിക്ക് കിട്ടി. അതേപോലെ തന്നെ അതിൽ നിന്ന് കിട്ടിയ ഏണിംഗ് എന്ന് പറഞ്ഞാൽ അതും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, എല്ലാ ഡീറ്റെയിൽസും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. $9 $9.25 എനിക്ക് ഈ ഒരൊറ്റ ഷോർട്സിൽ കിട്ടിയത്. അതായത് നമ്മളെ ഒരു 1 മില്യൺ ഒരു അടിച്ച ഒരു ഷോർട്സിന് നമുക്ക് ഏകദേശം ഒരു $10 കിട്ടുന്നുണ്ട്. അപ്പോൾ ഓരോ വലിയ വലിയ ചാനലുകളുണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ എത്ര കിട്ടുന്നുണ്ടാവും? അതായത് മില്യൺ കണക്കിന് വ്യൂസ് ഉള്ള 10 മില്യണൊക്കെ, ഈ 10 മില്യൺ 20 മില്യണൊക്കെ ഓരോ ആളുകളുടെ വീഡിയോസ് പോകുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഡോളർ അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും പല ആളുകളും പറയില്ല. അപ്പോൾ എന്താ എനിക്ക് തുടക്കക്കാരായിട്ടുള്ള ആളുകളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഒന്ന് കോപ്പി അടിച്ചിട്ട് ചെയ്യരുത്. നിങ്ങൾക്ക് റിമിക്സ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മറ്റുള്ളവരെ വൈറൽ വീഡിയോസിൻ്റെ റിമിക്സ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ നല്ല വീഡിയോസ് ട്രെൻഡിങ് ആയിട്ട് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ 2-3 ദിവസം മുന്നേ ടെർമറിക് പൗഡറിൻ്റെ മഞ്ഞപ്പൊടിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരുപാട് ഷോർട്സ് അതിന് ആളുകൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഏതാണോ ട്രെൻഡിങ് ആയിട്ട് വൈറലായിട്ട് നിൽക്കുന്നത് ആ ഷോർട്സ് നമ്മൾ എന്ത് ചെയ്യുക, അതേപോലെ തന്നെ നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുക. മറ്റുള്ളവരെ കോപ്പി അവരത് കോപ്പി അടിച്ചിട്ട് ഷെയർ ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെയും ചെയ്യാൻ പറ്റും, പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും സൗണ്ട്, മറ്റുള്ള വീഡിയോസിന് ആളുകൾ കൊടുത്ത സൗണ്ട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതൊന്നും പ്രശ്നമില്ല. അപ്പോൾ തുടക്കക്കാരായിട്ടുള്ള ആളുകളോടാണ് പറയാനുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. ഇപ്പോൾ തുടക്കക്കാരായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ലോങ് വീഡിയോസിനാണ് നമുക്ക് റവന്യൂ കൂടുതൽ കിട്ടുക. പക്ഷേ നമുക്ക് ലോങ് വീഡിയോസിന് റവന്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ ചാനലിന് നമുക്ക് വ്യൂവേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഫോളോവേഴ്സിൻ്റെ എണ്ണം കൂട്ടണം. ഫോളോവേഴ്സിൻ്റെ എണ്ണം കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം ഷോർട്സ് വീഡിയോ, നല്ല അടിപൊളി ഷോർട്സ് വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാതെ വേറെ ഒരു ഐഡിയ ഇല്ല. പല ആളുകളും പറയും അവിടെ ചെയ്തു തരാം ഇവിടെ ചെയ്തു തരാം, ഒരു കാര്യമില്ല. നമ്മളുടെ ഫോളോവേഴ്സിൻ്റെ എണ്ണം കൂടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നല്ലപോലെ അടിപൊളി ഷോർട്സ് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഫോളോവേഴ്സിൻ്റെ എണ്ണം കൂടും. ഫോളോവേഴ്സിൻ്റെ എണ്ണം കൂടി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ അത്യാവശ്യം നല്ല ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് വരുമാനം കിട്ടാൻ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. കൊളാബ് ചെയ്യാം. നമ്മുടെ ചാനലിൽ അത്യാവശ്യം വ്യൂസും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ പല പരസ്യ കമ്പനികളും നമ്മളെ സമീപിക്കും. നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ കൊളാബ് ചെയ്യാം. അല്ലെങ്കിൽ പല പ്രോഡക്റ്റുകളുടെ പരസ്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ പ്രൊമോഷൻസ് ചെയ്യാം. അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ തുടക്കക്കാരായിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ തന്നെ മറ്റുള്ളവരുടെ കോപ്പി അടിക്കാതെ, കോപ്പിറൈറ്റ് ക്ലെയിം, ഇതിനെക്കുറിച്ചൊക്കെ എൻ്റെ ചാനലിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്താണെന്നും കോപ്പിറൈറ്റ് ക്ലെയിം എന്താണെന്നും. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. എന്നിട്ട് എന്ത് ചെയ്യുക, നല്ല അടിപൊളിയായിട്ട് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുക. പല ആളുകളും വിചാരിക്കും നമുക്ക് ഈ 2025 നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു കാര്യമില്ല. പല ആളുകളും കൊറോണയൊക്കെയുള്ള സമയത്താണ് ചാനൽ തുടങ്ങിയിട്ട് സക്സസ് ആയിട്ടുള്ളത്. ഇവിടെ അങ്ങനത്തെ ഒരു കാര്യങ്ങളുമില്ല. ഒരൊറ്റ വീഡിയോ മതി നമുക്ക് എന്ത് ചെയ്യുക, നമ്മളുടെ ചാനൽ വിജയിക്കാൻ. ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരൊറ്റ വീഡിയോ ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ ഒരു ഷോർട്സ് ഞാൻ ചെയ്തത് ഏകദേശം 1 മില്യൺ അടിക്കാനായി. ഫേസ്ബുക്കിൽ അത് 2 മില്യൺ ഓൾറെഡി അടിച്ചു. 1100 സബ്സ്ക്രൈബറാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. വാച്ച് അവർ അതിൽ കുറച്ച് കുറയും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഷോർട്സ് ആയതുകൊണ്ട്. പക്ഷേ എനിക്ക് ഒരു ചാനൽ മോണിറ്റൈസേഷൻ ആകാൻ വേണ്ടി വേണ്ടത് 1000 സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ എനിക്ക് ഈ ഒറ്റ ഷോർട്സിൽ 1100 സബ്സ്ക്രൈബർ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എൻ്റെ അനുഭവത്തിൽ എനിക്കുണ്ടായ കാര്യങ്ങളാണ് പറയുന്നത്. വരുമാനമാണെങ്കിലോ അതിൽ $9-10 ആകാനായിട്ടുണ്ട് ആ ഒറ്റ ഷോർട്സിൽ. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, മില്യൺ കണക്കിന് വ്യൂസും മില്യൺ കണക്കിന് ഫോളോവേഴ്സുള്ള ആളുകൾ, സബ്സ്ക്രൈബേഴ്സുള്ള ആളുകൾക്ക് എത്ര വരുമാനം കിട്ടുന്നുണ്ടാവുന്നത്. അപ്പോൾ ആരും ഇതൊന്നും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയില്ല. അപ്പോൾ അങ്ങനെയല്ല, നമ്മൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നല്ല ഷോർട്സ് അപ്ലോഡ് ചെയ്യുക. തുടക്കം ഷോർട്സ് അപ്ലോഡ് ചെയ്ത് നമ്മുടെ ഫോളോവേഴ്സിൻ്റെ എണ്ണം കൂട്ടിയിട്ട് അത്യാവശ്യം വ്യൂസും കാര്യങ്ങളും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് അറിയോ, പിന്നെ പതിയെ ലോങ് വീഡിയോയിലേക്ക് കടക്കുക. അങ്ങനെ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഓൾറെഡി പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തിനെക്കുറിച്ചുള്ളതാണ് നമ്മുടെ ചാനൽ എന്നുള്ളത് എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഒന്നുകിൽ കുക്കിംഗ്, അല്ലെങ്കിൽ എന്ത് ചെയ്യുക ട്രാവൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്രാഫ്റ്റിൻ്റെ ആണെങ്കിൽ അങ്ങനെ എന്താണോ നമ്മുടെ ചാനൽ എന്നുള്ളത്, എന്തിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇടുക. പിന്നെ അതേപോലെ തന്നെ കൺസിസ്റ്റൻസി, അതായത് കറക്റ്റായിട്ട് നമ്മൾ ഒരു ദിവസം നമ്മൾ ഇന്ന സമയത്ത്, പല ആളുകളുടെ ചാനലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, തമ്പനയിലല്ല ബാക്കിൽ കവർ ഫോട്ടോയിൽ കൊടുത്തിട്ടുണ്ടാവും, ചാനലിൻ്റെ പേരും ഉണ്ടാവും, എവരിഡേ വീഡിയോ 11 മണി അല്ലെങ്കിൽ 10 മണി അങ്ങനെ ടൈം കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ എന്താ കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് അവരുടെ ചാനലിൽ അവർ ഡെയിലി 11 മണിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പോൾ എന്താ അറിയോ, അവർക്ക് അവരുടെ വ്യൂവേഴ്സിന് എന്ത് ചെയ്യും, ഫോളോവേഴ്സിന് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിന് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ പോകും. 11 മണിക്ക് ഇന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ പല ആളുകളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. ഇപ്പോൾ എനിക്കൊക്കെ ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ് ഞാൻ ഇരുന്ന് കാണലുണ്ട്. ഇപ്പോൾ നമ്മുടെ സുജിത് ഭക്തൻ്റെ ടെക് ട്രാവലീറ്റ്, അങ്ങനത്തെ ഒരുപാടുണ്ട്. ഒരു 1-2 എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ. അങ്ങനത്തെ ചാനലുകളിൽ വീഡിയോ ഇരുന്ന് കാണുന്ന ആളാണ്. അപ്പോൾ അവരതൊക്കെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മളെ കൊണ്ട് ഇപ്പോൾ കാശ്മീരോ അവിടെ ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല, പക്ഷേ അവർ പോകുന്നത് നമുക്കിരുന്ന് കണ്ടുകൂടെ. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യും, നമ്മൾ ടി വിയിലൊക്കെ കണക്ട് ചെയ്തിട്ട് അങ്ങനെ വീഡിയോ ഇരുന്ന് കാണലുണ്ട്. അപ്പോൾ ഇതാണ് പറഞ്ഞത്, നമ്മൾ എന്ത് ചെയ്യുക, കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് കീപ്പ് ചെയ്യണം. ഡെയിലി നമ്മൾ എന്ത് ചെയ്യുക, ഒരു ടൈം വെച്ചിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഇപ്പോൾ എൻ്റെയൊക്കെ ചാനലിൽ നോക്കിയാൽ മതി, നമ്മളെ കൊണ്ട് മാക്സിമം കഴിയണത് ഡെയിലി ആണെങ്കിൽ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യലുണ്ട്.
അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്ക്, അതേപോലെ തന്നെ തുടങ്ങിയിട്ട് കുറേ ആയിട്ട് ചില ആളുകൾക്ക് ഒരു വിചാരമുണ്ട്, പിന്നെ 1 വർഷവും 2 വർഷമൊക്കെ ആയി, ഇനി നമുക്ക് പിന്നെ യൂട്യൂബിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ മറ്റുള്ളവരെ വളർച്ച കാണുമ്പോൾ എൻ്റെ ഈ ചാനൽ മാറ്റിയിട്ട് വേറെ ചാനൽ തുടങ്ങണോ, അങ്ങനെയൊന്നുമില്ല. എപ്പോൾ നമ്മുടെ ചാനൽ 5 വർഷം മുന്നുള്ളതോ 10 വർഷം മുന്നുള്ള ചാനലായാലൊന്നും കുഴപ്പമില്ല. നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് ഇന്ന് മുതൽ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ യൂട്യൂബ് ഇന്ന് മുതലേ 1 ഇയർ കണക്കാക്കുള്ളൂ. അപ്പോൾ നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറും ഇന്ന് മുതൽ കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് 1 വർഷം കൊണ്ട് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവും. ഈ മോണിറ്റൈസേഷൻ എങ്ങനെ ചെയ്യാൻ പറ്റും, നമുക്ക് ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, എൻ്റെ ചാനലിൽ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാ ആളുകളും കാണുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ എന്ത് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇതുപോലെയുള്ള അടിപൊളി വീഡിയോകളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. ഇത് ഒരുപാട് ആളുകളുടെ വീഡിയോസ് കണ്ടിട്ട് എങ്ങനെയാണ് ചെയ്യുക, അങ്ങനെയുള്ള കമൻറ്റും കാര്യങ്ങളും കണ്ടിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ വിചാരിച്ചത്. ഇനി നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം.